നമസ്കാരം. ഞാനിവിടെ ഇന്ന് കൂറ്റുറക്കിഴക്ക് കലയപുരം വാർഡിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചാർജിങ് സ്റ്റേഷനെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും മനസ്സിലുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒക്കെ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങേണ്ട അവസരം ഉണ്ടാകുമ്പോൾ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവില്ലല്ലോ എന്നൊരു സങ്കല്പത്തിലായിരുന്നു. പക്ഷേ ഇപ്പോഴ് ഇവിടെ നമ്മുടെ വിജയപ്രദീപ് വളരെ ശ്ലാഘനീയമായ ഒരു മാതൃകയാണ് പിന്തുടർന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് യൂണിറ്റ് നൽകുന്ന ഒരു കമ്പനിയുമായിട്ട് ധാരണയുണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ വ്യാപകമായ ഇലക്ട്രിക് വെഹിക്കിൾ വരുന്ന ഒരു കാലഘട്ടത്തിന് ഏറ്റവും ഉപകാരപ്രദവും അതുപോലെ ഈ നാട്ടുകാർക്ക് ഏറെ പ്രയോജനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാർക്കും വാഹനങ്ങൾ ഇലക്ട്രിക്കിലേക്ക് കൺവെർട്ട് ചെയ്ത് സാധാരണ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത വാതകം ശ്വസിക്കേണ്ട അവസരത്തിൽ നിന്ന് മുക്തി നേടാൻ അവസരം കൂടി ഉണ്ടാക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ചാർജ് മോഡ് കമ്പനി ഇവിടെ നടത്തിയിരിക്കുന്ന ചാർജിങ് സ്റ്റേഷൻ വളരെ മനോഹരമാണ്, ആളുകൾക്ക് സൗകര്യപ്രദമാണ്. ഇത് കേരളം മുഴുവൻ വ്യാപിച്ചു വരുന്നു. ഇങ്ങനെ പ്രദീപ് ഒരു വലിയ മനോഹരമായ ഈ ചാർജ് സ്റ്റേഷൻ ചാർജ് മോഡ് കമ്പനിയുമായി ചെയ്തതിനകത്ത് പ്രദീപിനെയും കുടുംബാംഗങ്ങളെയും ഈ കമ്പനിയെയും പൂർണ്ണമായി ഞാൻ ആശംസകൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഫോസിൽ ഫ്യൂവലിൻ്റെ ഒരു ഷോർട്ടേജ് ഇനിയുള്ള ഭാവി തലമുറ അനുഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ പ്രൊഡക്ഷൻ ആയത്. ആദ്യം ഉണ്ടായിരുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റം അതിൽ നിന്ന് അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് നമ്മൾ പോയിക്കൊണ്ട് വന്നതിന് ശേഷം ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന ഇലക്ട്രിക്കൽ വണ്ടികൾക്ക് മൈലേജുകൾ കൂടുതൽ, മെയിൻ്റനൻസ് കുറവ്, അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി നമുക്കൊരു ചാർജിങ് സ്റ്റേഷൻ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ കൊള്ളാമെന്നൊരു താല്പര്യം വന്നതിൻ്റെ പേരിലാണ്. അങ്ങനെ ഞാൻ പല ആൾക്കാരുമായിട്ടൊക്കെ ഈ ചാർജിങ് യൂണിറ്റുകൾ ഉള്ളവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എനിക്ക് കുറച്ച് റിലയബിളായിട്ട് തോന്നിയത് നമ്മുടെ ചാർജ് മോഡ് എന്ന് പറയുന്ന ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മെഷീനുമായിട്ട് അവരുമായിട്ട് ലിങ്ക് ചെയ്ത് ഞാൻ സംസാരിച്ചതിന് ശേഷം അവർ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതെല്ലാം ഈ സ്ട്രക്ചറെല്ലാം ചെയ്ത് ഇതിൻ്റെ കനോപ്പി ചെയ്ത് മെഷീൻ കൊണ്ട് ഇറക്റ്റ് ചെയ്ത് അതിന് എനിക്ക് വളരെ കാര്യമായിട്ട് തോന്നിയ ഒരു സംഗതി അതാണ്. നമ്മളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർ ചെയ്തു തന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. പിന്നെ പൊതുവേ ഈ ഇലക്ട്രിക്കൽ ചാർജിങ് ഡിവൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് നിലനിർത്തിയിരിക്കുന്ന പല സ്ഥലങ്ങളും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് വെഹിക്കിൾ ചാർജ് ചെയ്ത് കസ്റ്റമേഴ്സിന് ഇരിക്കാനോ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ അവർക്കൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയോ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ പലയിടത്തും ഞാൻ കണ്ടതിൻ്റെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ ഒരു ലോഞ്ച്, അതായത് കസ്റ്റമേഴ്സിന് വരുന്ന കസ്റ്റമേഴ്സിന് അവരുടെ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയ ലോഞ്ചും അതുകൂടാതെ തന്നെ അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ചായയോ കാപ്പിയോ കുടിക്കാനുള്ള ഒരു കഫറ്റേരിയയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സമയം 24 hours ഇത് വർക്കിംഗ് ടൈമാണ്. വരുന്നവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാനും അവർക്ക് അവരുടെ ഫാമിലിക്ക് സുഖമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങൾ സംസാരിക്കാൻ 2 മണിക്കൂർ ചാർജിങ് സമയം ഉണ്ടെങ്കിൽ പോലും അവർക്ക് സുഖമായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ലോഞ്ചും കൂടെ ഞാൻ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്. അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്, വളരെ നല്ല റെസ്പോണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഇലക്ട്രിക്കൽ യുഗത്തിലേക്ക് നമ്മൾ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഇതിനേക്കാളും കൂടുതൽ മൈലേജ് ടൈറ്റാനൈറ്റ് ബാറ്ററിയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ഗ്രേഡ് ആവും. അപ്പോൾ ഈ ചാർജ് മോഡ് എന്ന് പറയുന്ന കമ്പനി വീണ്ടും അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് അവർ. ഈ ഹൈവേ എന്ന് പറയുന്നത് അങ്കമാലി ടു കന്യാകുമാരി പോകുന്ന ഹൈവേയുടെ തൊട്ട് ഓരത്താണ് ഈ ചാർജിങ് സ്റ്റേഷൻ ഇപ്പം നമ്മൾ ഇറക്റ്റ് ചെയ്തിരിക്കുന്നത്. ശബരിമല സീസൺ വരുമ്പോൾ ഇതും ശബരിമല റൂട്ട് തന്നെയാണ്, അടൂര് പത്തനംതിട്ട പോകുന്ന ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടിൻ്റെ ഓരത്ത് തന്നെയാണ് ഈ നമ്മളിത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ആപ്പ് ഉണ്ട്, അതിനകത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു ചാർജ് മോഡ് കമ്പനി ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഇറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ട്രയൽ റൺ ഒരാഴ്ചയായിട്ട് നടത്തുന്നുണ്ട്. അതിലൊന്നും ഒരു കംപ്ലൈൻറ്റുകളും ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അവർക്ക് ആവശ്യത്തിന് ചാർജ് ചെയ്യുന്നുണ്ട്, അവർക്ക് കയറിയിരിക്കാനുള്ള സ്ഥലമുണ്ട്, കഫറ്റേരിയ ഉണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുള്ള ഒരു സമ്പ്രദായമാണ്. പുതിയ അഡ്വാൻസ് സ്റ്റേജിലേക്ക് നമ്മൾ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ.